എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. കുന്നംകുളത്തെ ഒരു സ്പെഷ്യൽ ഒരു മീൻകറിയുണ്ട്, ഏട്ടത്തലയും കായും. സാധാരണ മീൻകറിയുടെ മീൻ തല കറി വയ്ക്കുന്നതിലും ഒത്തിരി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കറിയാണിത്. ഇത് സ്പെഷ്യൽ കുന്നംകുളം സ്പെഷ്യലായിട്ടുള്ള ഒരു മീൻ കറിയാണ്. ഇപ്പോൾ മീൻ തലയും കായുമാണ് ഇന്നത്തെ കറി. അതിന് ഏട്ടത്തലയും കായും എന്നാണ് കുന്നംകുളത്ത് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഏട്ടത്തല വെച്ചിട്ടുണ്ടാക്കുന്ന കറിയാണിത്. ഏട്ടത്തലയും കായും വയ്ക്കുന്നതിന് ഞാൻ 400 ഗ്രാം ഏത്തക്കായാണ് എടുത്തിരിക്കുന്നത്. ഏത്തക്കായുടെ രണ്ടറ്റവും കട്ട് ചെയ്തിട്ട് ആ മുകൾ വശത്തുള്ളത് അങ്ങനെ പൊങ്ങിയിരിക്കുന്ന ഭാഗം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റുക. ഏത്തയ്ക്ക ഇങ്ങനെ നീളത്തിൽ 4ആയിട്ട് കട്ട് ചെയ്തിട്ട് പിന്നെ ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കണം. അരിഞ്ഞു വെച്ച കായ കഷ്ണങ്ങളെല്ലാം മഞ്ഞൾ വെള്ളത്തിലിട്ടിട്ട് നല്ലതുപോലെ കഴുകിയെടുക്കുക. അതിനുശേഷം വെള്ളം മാറ്റി 2-3 പ്രാവശ്യം കഴുകിയെടുക്കണം. മീനും കായലിലേക്ക് ചേർക്കുന്നതിന് വേണ്ടി ചെറിയ ഉള്ളി അല്ലെങ്കിൽ ചുവന്നുള്ളി 20 എണ്ണം എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ 2 വലിയ കഷ്ണം ഇഞ്ചിയാണ്. ഇഞ്ചിയും ചുവന്നുള്ളിയും നല്ലതുപോലെ ചതച്ചെടുക്കണം. ഇനി ഇതിൻ്റെ കൂടെ ഒരു 8 പച്ചമുളകും കൂടെ ഇട്ടിട്ട് അതും കൂടെ ചതച്ചെടുക്കണം. ഇപ്പം മീനിൻ്റെ തലയും അതേപോലെ കുറച്ച് പീസസും എല്ലാം ഉണ്ട്. മുള്ളും എല്ലാം കൂടിയിട്ട് 1 കിലോ ഉണ്ട്. പിന്നെ നമ്മൾ കഴുകി വെച്ചിരുന്ന ആ ഏത്തക്കായുടെ കഷ്ണങ്ങളും മീനിലേക്ക് ഇടാം. ചതച്ച് വെച്ച ചുവന്നുള്ളി ഇഞ്ചിയും പച്ചമുളകും കൂടെ മീനിലേക്ക് ചേർക്കണം. മുളക് പൊടി 3 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ. ആവശ്യത്തിനുള്ള ഉപ്പ്. വെളിച്ചെണ്ണ ഒഴിക്കണം. 3-4 ടേബിൾ സ്പൂൺ എങ്കിലും വെളിച്ചെണ്ണ ഒഴിക്കണം. കുറച്ച് കറിവേപ്പില. ഇതെല്ലാം കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്യുക. ഏട്ടത്തലയും കായും എല്ലാം ഉരുളിയിലാണ് സാധാരണ വയ്ക്കുന്നത്, ഒത്തിരി ഉണ്ടാക്കുന്നത്. ഇതിപ്പോൾ ഞാൻ ചെറിയ അളവായതുകൊണ്ടാണ് ഞാനിവിടെ ചട്ടിയിൽ വയ്ക്കുന്നത്. മീൻ വേവുന്നതിന് ആവശ്യമുള്ള വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നല്ലതുപോലെ ഇത് ഇളക്കി യോജിപ്പിക്കുക. ഇത് വേവിക്കാനായിട്ട് വയ്ക്കാം. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്. നല്ലതുപോലെ തിള വന്ന ശേഷം തീ കുറച്ച് വയ്ക്കാം. ഇത് കവർ ചെയ്ത് വെച്ചിട്ട് വേവിക്കണം. ഇടയ്ക്ക് അടപ്പൊക്കെ തുറന്നിട്ട് ഒന്ന് ഇളക്കിയിടാം.
വീണ്ടും അടച്ചു വെച്ചിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് വേവിക്കണം. ഇനി അടപ്പ് തുറന്നിട്ട് മീനിൻ്റെ കറി ഒന്ന് എടുത്തുനിന്ന് ടേസ്റ്റ് നോക്കുക. ഉപ്പോ എരിവോ എന്തെങ്കിലും വേണമെന്ന് നോക്കണം. ഇതിലിപ്പോൾ ഉപ്പ് കുറവുള്ളതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി ഉപ്പിട്ടു. ഇപ്പം മീനെല്ലാം നല്ലതുപോലെ വെന്തിട്ടുണ്ട്, കായും വെന്തിട്ടുണ്ട്, വെള്ളമെല്ലാം വറ്റി. നമുക്ക് ഇതിനകത്ത് കടുകും പൊട്ടിച്ചിടണം. ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 2-3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കണം. ഓയിൽ ചൂടാകുമ്പോൾ അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ കടുക് ഇട്ടിട്ടുണ്ട്. കടുക് നല്ലതുപോലെ പൊട്ടിയ ശേഷം അതിലേക്ക് കുറച്ച് ചുവന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞതാണ്, ഒരു 6-7 ചുവന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞതുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നല്ലതുപോലെ മൂപ്പിച്ചെടുക്കുക. ഉള്ളി നല്ലതുപോലെ മൂത്തിട്ടുണ്ട്. ഇനി നമുക്കത് മീനിലേക്ക് ചേർക്കാം. ഇതിൽ പുളിയൊന്നും ഇല്ലാത്ത മീൻകറിയാണ്. അപ്പോൾ ഇത് ഞാൻ എൻ്റേതായ രീതിയിൽ ചെറിയൊരു പുളി വരുന്നതിന് വേണ്ടി ഒരു നാരങ്ങയുടെ പകുതി പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. കുന്നംകുളത്ത് ആരും ഇതിനകത്ത് പുളിയോ അല്ലെങ്കിൽ നാരങ്ങ നീരോ ഒന്നും ഒഴിക്കാറില്ല. പക്ഷെ ഇതെൻ്റെ പേഴ്സണൽ ഒരു ഇഷ്ടത്തിന് വേണ്ടി മാത്രം ഞാൻ ചെയ്യുന്നതാണ്. നിങ്ങൾക്കിത് വേണമെങ്കിൽ ചെയ്ത് നോക്കാം, ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ വേണമെങ്കിൽ മുഴുവനും കൂടെ ചേർക്കാണ്ട് കുറച്ചൊരു പാത്രത്തിലേക്ക് എടുക്കാം. എന്നിട്ട് ഒരു 1-2 ഡ്രോപ്സ് ചേർത്ത് മിക്സ് ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം നാരങ്ങ നീര് ചേർത്താൽ മതി, അല്ലെങ്കിൽ ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നല്ല ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കുക. അപ്പോൾ അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുന്നംകുളം സ്റ്റൈലുള്ള ഏട്ടത്തലയും കായും റെഡി ആയിട്ടുണ്ട്. കായയുടെ അളവ് വേണമെങ്കിൽ കൂട്ടുകയൊക്കെ ചെയ്യാം. ഞാനിപ്പോൾ ഇത്ര 400 ഗ്രാം എടുത്തിട്ടുള്ളൂ.